സംസ്ഥാനത്ത് കർഷക ആത്മഹത്യകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലും സർക്കാരിന് അനങ്ങാപ്പാറ നയമാണെന്ന് മാണി സി കാപ്പൻ MLA. നിയമസഭയിൽ ധനാഭ്യർത്ഥന ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു MLA. റബ്ബറിന് 250 രൂപ താങ്ങുവില പ്രഖ്യാപിച്ച് അധികാരം നേടിയവർ കേവലം 10 രൂപ മാത്രം വർദ്ധിപ്പിച്ച് കർഷകരെ അപമാനിച്ചതായും MLA ചൂണ്ടിക്കാട്ടി. നെല്ലിന്റെ താങ്ങുവില കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കുന്നതിന് ആനുപാതികമായി വർദ്ധിപ്പിക്കാൻ പോലും കഴിവില്ലാത്ത സംസ്ഥാന സർക്കാരാണ് ഭക്ഷ്യരംഗത്തെ സ്വയം പര്യാപ്തതയെക്കുറിച്ച് വീമ്പ് പറയുന്നതെന്നും MLA പരിഹസിച്ചു. പാലായിൽ കാർഷിക വിളകൾക്ക് അടിസ്ഥാന വില ഉറപ്പാക്കാനും നിരവധി ആളുകൾക്ക് തൊഴിൽ ലഭ്യമാക്കാനും ഉതകുന്ന ഫുഡ് പാർക്കും കോൾഡ് സ്റ്റോറേജും സ്ഥാപിക്കണമെന്നും മാണി സി കാപ്പൻ ആവശ്യപ്പെട്ടു. ക്ഷേമ പെൻഷനുകളിലെ പ്രതിമാസ തുക 2500 രൂപയായി വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നിരവധി യുവജനങ്ങൾ ഓരോ വർഷവും വിദേശത്തേക്ക് വിദ്യാഭ്യാസത്തിനായി പോകുമ്പോൾ സംസ്ഥാനത്തുണ്ടാകുന്നത് ഗുരുതരമായ മസ്തിഷ്ക ചോർച്ചയും സാമ്പത്തിക ചോർച്ചയുമാണ്. പാലാ രൂപതയുടെ അപേക്ഷ പരിഗണിച്ച് ചൂണ്ടച്ചേരിയിൽ ലോ കോളേജ് അനുവദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സർ, മികച്ച വിദ്യാഭ്യാസവും തൊഴിലും തേടി യുവജനങ്ങൾ വിദേശങ്ങളിലേക്ക് കൂട്ടപ്പലായനം നടത്തുകയാണ്. ഫീസിനത്തിലും മറ്റ് ചെലവിനങ്ങളുമായി ഓരോ കുട്ടിയുടെയും മാതാപിതാക്കൾ ലക്ഷക്കണക്കിന് രൂപയാണ് വിദ്യാഭ്യാസത്തിനായി വിദേശങ്ങളിലേക്ക് അയക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ഒരേ സമയം മസ്തിഷ്ക ശോഷണവും ധനശോഷണവും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എത്ര നാൾ കണ്ടില്ലെന്ന് അടയ്ക്കാൻ കഴിയും? അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളെ ജനിച്ച മണ്ണിൽ നിലനിർത്താൻ എന്ത് പദ്ധതിയാണ് ഈ സർക്കാരിനുള്ളത്? എൻ്റെ നിയോജക മണ്ഡലത്തിലെ പാലാ സെൻറ് ജോസഫ്സ് എഞ്ചിനീയറിംഗ് കോളേജിനും പാലാ സെൻറ് ജോസഫ് കേറ്ററിംഗ് കോളേജുമുണ്ട്. അവരവിടെ ഒരു ലോ കോളേജിന് വേണ്ടി അപേക്ഷിച്ചിരുന്നു. ഇവിടുത്തെ വിദ്യാർത്ഥിനികൾ പൂനെയിലും ബോംബെയിലും ഡൽഹിയിലും ഒക്കെ പോയി ലോ പഠിക്കുന്നു. എന്തുകൊണ്ട് ആ കോളേജ് അനുവദിച്ചുകൂടാ? BSc നഴ്സിംഗിന് അഡ്മിഷന് വേണ്ടി കുട്ടികൾ നെട്ടോട്ടമോടുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുകയാണ്. ഒരു 10% നഴ്സിംഗ് സീറ്റുകൾ BSc നഴ്സിംഗ് സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി കൊടുക്കുന്നത് പ്രധാന അധ്യാപകർക്ക് സാമ്പത്തിക ബാധ്യതയാവുന്നതിന് പരിഹാരമുണ്ടാക്കാനും നടപടി വേണം. സാധാരണക്കാരെ നികുതി ഇനത്തിൽ ഞെക്കിപ്പിഴിയുന്ന സർക്കാർ വൻതുക നികുതി കുടിശ്ശികയുള്ളവരെ സർക്കാരിന്റെ ധൂർത്ത് പരിപാടികളുടെ സ്പോൺസർമാരാക്കി മാറ്റി സംരക്ഷിക്കുകയാണെന്നും MLA ആരോപിച്ചു.